കല്യാണത്തിൽ മാത്രം നീ ചോദ്യം ചോദിക്കുന്നത് എന്തിനാ? ഇവൻ ഇത്തിരി അറിയാം. ഒരുപാട് പേര് കണ്ണുവെച്ച് ഞങ്ങള് അടിയെന്ന് വെച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. ഈ പോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അഞ്ജലിക്ക് അത് ഇഷ്ടമാണ്. എത്ര അടിയാച്ചാലും നമുക്കറിയാം ഇത് മാറാതെ. വൈകിട്ട് ഒരു 4 മണിക്കാണ് സാർ വരുന്നത്. കാറ് പാർക്ക് ചെയ്യുന്നു, ഇറങ്ങുന്നതിനെ ഇങ്ങനെ കടന്നിങ്ങനെ അടിപൊളി നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. ബ്ലൂ ഷർട്ട് വീട്ടിൽ വരുന്നു. ഉച്ചക്ക് ഊണിന് വരാന്ന് ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയാൻ പറ്റും. ഞാനിതുപോലെ അമ്മയും ഞാനുമായിട്ട് ഏതെങ്കിലും പാർക്കിലോ അവിടെ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ വരും. ആവണി ഫിനിക്സിലുള്ളതല്ലേ? ഞാൻ നോക്കുമ്പോ അമ്മ എന്താ അവിടെ നിക്കണേ, അമ്മേനൊന്നും ആൾക്ക് വേണ്ടേ. എന്നെ ഫോട്ടോ എടുക്കുന്നു, അമ്മേനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അമ്മ അവിടെ ഇങ്ങനെ പോസ്റ്റ് എടുത്ത് നിൽക്കുന്നു. അമ്മയുടെ അല്ല ഞാൻ എനിക്ക് അതിനൊരു തോട്ടയിലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാണ്. ഞാൻ പഠിക്കാറില്ല, ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും. അത് കണ്ണു തുറന്നൊക്കെ ഉറങ്ങുന്നത് ഞാൻ കണ്ടുപിടിച്ച അങ്ങനെ ശ്രാവണിക്ക് ഹൈമാർക്സ് കിട്ടുന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണെന്നുള്ളത് നമ്മളടുത്ത് എപ്പോഴും വാടാ പോടാ എടാ എന്നൊക്കെ വിളിച്ച ആൾക്കാർ ഇപ്പൊ കാണുമ്പോ എന്താ പറയാ, ഒരു 10 മൈൽ ദൂരത്തിൽ കൂടെ നടക്കുക, ഇങ്ങനെ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതൊക്കെ ഞാനിങ്ങനെ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ മലയാള ഇൻഡസ്ട്രിയിൽ അതിപ്പം 2 തരത്തിലുള്ളവരും അതെ, നടന്മാരായാലും നായകന്മാരായാലും അങ്ങനെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. ഇവരെല്ലാവരും നമ്മൾക്കറിയാം ഈ ഫാമിലീനെ. പക്ഷേ ഇവരെല്ലാവരെയും ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറാണെന്ന് തീർച്ചയായിട്ടും പറയാം. കാരണം ഫുൾ ഫാമിലി മീഡിയയാണ്, ഫുൾ ഫാമിലി ഫിലിമുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരാണ്. ഒരു കുഞ്ഞു വാവയുണ്ട്, ആ കുഞ്ഞു വാവേനെ കൂടെ മാത്രമേ ഉള്ളൂ ഇനി ഒരു ആക്ട്രസ് ആക്കാൻ അല്ലെ സിനിമയിലോട്ട് കടത്താൻ. ബാക്കി എല്ലാവരും ആക്ച്വലി ബിസി എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുള്ളവരാണ്. കാരണം അത് മാത്രമല്ല അതിലവർ ഹാപ്പിയാണ്. കാരണം ബിസി ആകുമ്പോഴാണ് ഹാപ്പി ആവുന്നത്. സോ ദ ക്യൂട്ട് ഫാമിലിനെ വെൽക്കം ചെയ്യുവാണ്. അഞ്ജലി നായർ, അജിത്തേട്ട ആൻഡ് അവന് ഹലോ. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമാണോ? സുഖമാണോ? അത് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നില്ലേ? അതു യെസ്. അപ്പൊ പറയൂ വിശേഷങ്ങൾ നിങ്ങൾ. കാരണം ഫിലിമിൽ ഉപരി ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ അല്ലെങ്കിൽ ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ കാണുന്നത് അല്ല ഫിലിം. ഇത് നിങ്ങളെ എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലൂടെയും നിങ്ങളുടെ ചാനലിലൂടെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ യു ഗൈസ്? പറയൂ ഇതോട്ടാ പറയൂ. നല്ല പറയാന്ന് വെച്ചാൽ നല്ലതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും അല്ല ഒരുപാട് പേര് കണ്ണുവെച്ച് ഞങ്ങള് അടിയെന്ന് വെച്ചാൽ വേറെ വലിയ പ്രശ്നങ്ങളൊന്നും അല്ല. ഈ പോട്ട് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അഞ്ജലിക്ക് അത് ഇഷ്ടമല്ല. അത് സ്നേഹമുള്ളിടത്താണോ അങ്ങനെ അങ്ങനെ മാത്രമല്ല, അങ്ങനെ ചെറിയ ചെറിയ സാധനം. അപ്പൊ അതില് എന്ത് പറയും? അപ്പൊ അഞ്ജലി പറയും, ഇതനോട് പറയും പറയില്ല. അതാണ് ഞാൻ ഇങ്ങനെയാണ്. അപ്പൊ ഇത് വളരെ ഹാപ്പി ആയിട്ട് പറയണമെന്നെങ്കിൽ അതവിടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് തീർച്ചയായിട്ടും. എത്ര അടിയാച്ചാലും നമുക്കറിയാം ഇത് മാറാതെ. പിന്നെ നമുക്ക് രസം എന്തെങ്കിലൊക്കെ തിരക്കിലിരിക്കുമ്പോഴായിരിക്കും അത് അവിടെ വെക്കുന്ന പറയും. എന്തെങ്കിലും ഒന്നെങ്കിൽ നമ്മൾ ബിസിനസ് കൂടെ ചെയ്യുന്നത് കൊണ്ട് ഫുള്ള് അതിനകത്താണല്ലോ. പിന്നെ അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യം അതുകൊണ്ടോ കാര്യം എന്തെങ്കിലൊക്കെ ആയിട്ടുണ്ടാവും 1 by 1. പിന്നെ വർക്കിന്റെ കാര്യം, പിന്നെ വർക്ക് റിലേറ്റ് ചെയ്ത് തന്നെ ഒരുപാട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കലൊന്നും വേഗം നടപടിയാവില്ല. പക്ഷെ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അത് ഇച്ചിരി പ്രശ്നമാണ്. അത് അപ്പൊ ഉണ്ടല്ലോ അത് ഈ ഓർഗനൈസ് ആവാത്ത. ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ പറഞ്ഞ അവള് വെക്കാൻ വെക്കരുത്. ഇപ്പൊ അവനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരിപ്പം പെട്ടെന്നൊരു മൂവി വരുന്നു, അതിൽ ഹിറ്റാവുന്നു, വൈറലാവുന്നു. പക്ഷെ അങ്ങനെയല്ല, വളരെ ഇപ്പം നമ്മൾ ഗ്രാജുവൽ പ്രോസസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ സിനിമകളായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ സിനിമയിൽ നിന്ന് കോണ്ടാക്ട് കിട്ടി, അതിൽ നിന്ന് വേറെ നല്ല ക്യാരക്ടർ കിട്ടി, അങ്ങനെ അങ്ങനെ വന്ന് ഈവൻ അഞ്ജലി ആണെന്നുണ്ടെങ്കിലും ആക്ടിങ് സൈഡ്. അപ്പം മൊത്തത്തിൽ ശരിക്കും നിങ്ങൾ എങ്ങനെ ഈ ഫാമിലി ലൈഫിന് ടൈം കണ്ടെത്തുന്നത്, മാനേജ് ചെയ്യുന്നത്? അതാണ് എന്റെ ആവണി പെട്ടെന്ന് ബിസിയായി പോയി. കാരണം ആവണി ഇപ്പൊ പറഞ്ഞ പോലെ സ്ലോ ബൈ സ്ലോ ആണ് ഓരോ ഫിലിംസ് ചെയ്ത് വന്നതെങ്കിലും ഒരു ടൈം ആയപ്പം
കുറെ അടുപ്പിച്ച് പടങ്ങളും അത് കുറെ റീൽസ് വഴി പെട്ടെന്ന് വൈറലായി. അങ്ങനെ കൂടുതൽ എൻക്വയറീസ് ആവണിക്ക് വന്നു തുടങ്ങി. തമിഴ് സിനിമകളിൽ നിന്ന് വന്നു തുടങ്ങി. അങ്ങനെ തമിഴിലേക്ക് കടന്നു. അപ്പൊ ആവണി പെട്ടെന്ന് എൻഗേജ്ഡ് ആയി, പെട്ടെന്ന് വിജയ. അപ്പൊ ആവണീന് അധികം കിട്ടാതെയായി. പിന്നെ അജിയേട്ടനാണെങ്കിൽ ആഡ് ഫിലിംസ് സ്ക്രിപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അത് കുറെ ഇങ്ങനെ അതിലിങ്ങനെ ഇരിക്കും. ഞാനും ഇങ്ങനെ ഓരോ തിരക്ക്, പിന്നെ ബിസിനസ്സിലും ഇൻവോൾവ് ആയതുകൊണ്ട് അപ്പൊ എല്ലാം കൊണ്ടും എല്ലാരും തിരക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വ്ളോഗ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ഈ മാസത്തിൽ ഒരിക്കലൊക്കെ ആയിട്ട് ചുരുങ്ങി പോകുന്നത്, എല്ലാരും ഒരുമിച്ച് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ബട്ട് ഈ പറയുന്ന പോലെ ബിസി ആയിട്ടിരിക്കുമ്പോ നമ്മൾ വേറൊന്നും സ്ട്രെസ്ഡ് അല്ലല്ലോ. ബിസി ആയിട്ടിരിക്കുന്നത് ഹാപ്പിനെസ് ആണല്ലോ. ഇങ്ങനെ ബിസി ആയിട്ടിരിക്കാൻ എത്രയോ ആൾക്കാർ ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഇപ്പം അവനിയുടെ അമ്മയല്ലേ പിന്നെ ആവണിയുടെ അമ്മയല്ലേന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോ മോളെ ഒന്ന് ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ ആവണിയുടെ ഫോട്ടോ എടുക്കണം. ആവണിയുടെ സെൽഫി, അഞ്ജലിയൊക്കെ മാറ്റി ആവണിയുടെ സെൽഫി എടുക്കും. അല്ല, അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. നമ്മൾ പോകുമ്പോ ആവണീനെ ചോദിച്ച് സെൽഫി എടുക്കുന്നു, ആവണീനെ വിളിക്കുന്നു, ആവണി അടുത്തേക്ക് ഓടി വരുന്നു, ഫിനിക്സിലെ മോളല്ലേ. അത് മാത്രല്ല, ഞാനിതുപോലെ അമ്മയും ഞാനുമായിട്ട് ഏതെങ്കിലും പാർക്കിലോ അവിടെ എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ വരും. ആവണി ഫിനിക്സിലുള്ളതല്ലേ? ഞാൻ നോക്കുമ്പോ അമ്മ എന്താ അവിടെ നിക്കണേ, അമ്മേനൊന്നും ആൾക്ക് വേണ്ടേ. എന്നെ ഫോട്ടോ എടുക്കുന്നു, അമ്മേനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. അമ്മ അവിടെ ഇങ്ങനെ പോസ്റ്റ് എടുത്ത് നിൽക്കുന്നു. അമ്മയുടെ അല്ല, ഞാൻ എനിക്ക് അങ്ങനെ തോട്ടയിലാണ്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യാണ് ഇവളുടെ ആ ഒരു വളർച്ച കാണുമ്പോ. ഭയങ്കര അതുമല്ല, ഇവള് ചെയ്യുന്ന അഭിനയം കാണുമ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ, അവളിൽ നിന്ന് പഠിക്കണമല്ലോ. ഇത് അത്ര ചെറിയ പ്രായത്തിലല്ല അവളത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഒരു അഡ്മയറിങ്, ഒരു ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് അവളുടെ അഭിനയം. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ചെയ്യുന്നതല്ലോ, അവളായിട്ട് അവളുടെ ഇൻബിൽറ്റ് ബ്ലഡിൽ നിന്ന് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ പലരും പറയുന്നത് കേൾക്കാം, ഇപ്പൊ ചൈൽഡ് ആർട്ടിസ്റ്റുകളാണെങ്കിലും പലരും നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം സ്കൂളിൽ ഇപ്പൊ ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ട് പലർക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നു. ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും ചിലപ്പോൾ വേണ്ടത്ര സപ്പോർട്ട് കിട്ടാറില്ല. അങ്ങനെയുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റും ആവും, ഭയങ്കര സപ്പോർട്ട്. ലൈക് സ്കൂളില് അധികം ചെന്നില്ലെങ്കിലും അങ്ങനെ കുഴപ്പങ്ങൾ എന്ന് വെച്ചാൽ ഇല്ല, കുഴപ്പമില്ല. ഞാനിപ്പം ഷൂട്ടിന് പോവാണെങ്കിൽ ഞാൻ മാവേലി പോലെ ഷൂട്ടിന് പോയാൽ പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് പിന്നെ സ്കൂള് കാണല്ലോ. അങ്ങനെ സ്കൂള് കാണുമ്പോ പിന്നെ ടീച്ചേഴ്സ് ഒക്കെ പറയും, ഏത് ഫിലിമാണ് അഭിനയിക്കാൻ പോയത്, ഇങ്ങനെ അങ്ങനെ. അവരൊക്കെ നല്ല സപ്പോർട്ടീവാ. പിന്നെ ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ്. വേറെ കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നിങ്ങൾ പാരന്റ്സ് മീറ്റിംഗിനൊക്കെ പോകുമ്പോ എങ്ങനെയാ ഒന്ന് പറഞ്ഞു? ഭയങ്കര നല്ല ആവണീനെ നന്നായിട്ടാണ് എല്ലാ ടീച്ചേഴ്സും പറയാ. പഠിക്കുകയാണെങ്കിലും പഠിക്കുന്നുണ്ട്. മാർക്ക് അതാണ് അവിടെ നമ്മൾ കറക്റ്റ് അല്ലെന്ന്, അതാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ഇവള് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല. മാക്സിമം എക്സാം ഒക്കെ എഴുതുന്ന ഒറ്റയ്ക്ക് ഇരുന്നിട്ട്, എക്സാം കഴിഞ്ഞ സമയത്ത് ആയിരിക്കും ആ ടൈമിലേക്ക് ഷൂട്ടിന് പോണത്. അത് കഴിഞ്ഞ് വന്നിരുന്നിട്ട് ഒറ്റയ്ക്കായിരിക്കും എക്സാം എഴുതുന്നത്. അതൊന്നും കോപ്പി അടിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. പഠിച്ച് അവള് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയും, നീ ഒരുപാട് സ്ട്രെസ് എടുത്ത് വെക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് കുറച്ചു നേരം അതെ കുറച്ചു നേരം ഒന്ന് എഡിറ്റ് ചെയ്ത് ഇടേണ്ടി വരും. അപ്പൊ ഞാൻ ഇവരുടെ അടുത്ത് പറയും, വലിയ മാർക്സ് ഒന്നും വാങ്ങണ്ട, പാസ് മാർക്സ് വാങ്ങിയാൽ മതി. ഒരുപാട് സ്ട്രെസ്ഡ് ആണ്, കാരണം അഭിനയിക്കണം. അത് ഉറക്കൊളച്ചാണ് മിക്ക സിനിമയിൽ അഭിനയം, രാത്രിയാണ് മിക്ക ഷൂട്ടും ഉണ്ടാവുക. അപ്പൊ അത്ര ഇതൊന്നും വേണ്ട. മാത്സ് ഏത് സബ്ജക്ട് ആണെങ്കിലും ഞാൻ പറയും പാസ് മാർക്ക് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞാൽ അവള് നല്ല മാർക്ക് വാങ്ങിയിട്ട് വരും. അപ്പൊ നല്ല മാർക്ക്, ഹൈ മാർക്ക്, പാസ് മാത്രമല്ല നല്ല ഹൈ മാർക്സ് വാങ്ങിച്ചിട്ട് വരും. അപ്പൊ അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞിട്ട് എനിക്ക് 10ാം ക്ലാസ് വളരെ ഗുസ്തി മാർക്ക്. ആക്ച്വലി എങ്ങനെയായിരുന്നു സ്കൂളിൽ, അതായത് പഠന രംഗത്ത് എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് പോലെ ഭയങ്കര സിനിമയുള്ള ക്രൈസാണ്, വളരെ ചെറുപ്പം പോലെ. അത് നല്ല കാര്യമാണ്. അപ്പൊ പഠിത്തത്തിലൊന്നും ഞാൻ 10ാം ക്ലാസ്സിന്റെ തലേ ദിവസം വരെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോയിക്കിടുന്നു. എക്സാമിന്റെ തലേ ദിവസം? എക്സാമിന്റെ തലേ ദിവസം. സാധാരണ എല്ലാവരും പഠിക്കുന്നത്. അങ്ങനെ പഠിത്തത്തിന് വലിയ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കാറൊന്നുമില്ല. കിട്ടിയ ഇപ്പോഴും അങ്ങനെയാണ്, കിട്ടിയ പോയപ്പോ അങ്ങനെ എനിക്ക് ഞാൻ ഇങ്ങനെ പ്ലാൻഡ് ആയിട്ട് പരിപാടികൾ ചെയ്യുന്ന ഒന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പഠിക്കാൻ പോകണമെന്ന് അല്ല, പഠിക്കണല്ല, എല്ലാ കാര്യത്തിലും എല്ലാത്തിനും ഞാൻ എന്താ പറയാ പ്രീ പ്ലാൻ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല. എനിക്കറിയാം ഇത് സാധനം ഇങ്ങനെ കിട്ടും എന്നുള്ള സാധനം എനിക്ക് അറിയാന്നുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ പോകും. അല്ലാതെ നേരത്തെ പഠിച്ച് മറ്റേ പരിപാടി ഫിക്സ് ചെയ്ത് അങ്ങനത്തെ ഒന്നുമില്ല. അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ ജയിച്ചു പോകും. ഇതുവരെയും തോറ്റിട്ടില്ല ഒരു ക്ലാസ്സിൽ തന്നെ. തോന്നില്ല, അങ്ങനെ പോയിട്ടുണ്ട്. ടീച്ചർമാരെ ഇവനൊക്കെ പിടിച്ചിരുത്തിയ ബുദ്ധിമുട്ടാണ്, പറഞ്ഞു വിടാന്നറിയില്ല. പക്ഷെ ആ ടീച്ചർമാർ ഇപ്പൊ ആർട്ട് ഫിലിം അല്ലെങ്കിൽ മൂവി സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇപ്പൊ അവര് പറയാറില്ലേ? ഇല്ല, ഞാൻ എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാവണിയുടെ അതേ അവസ്ഥയാണ്. ഞാൻ കുറെ സ്കൂളുകളിൽ ഇങ്ങനെ മാറി പഠിച്ചതുകൊണ്ട്
ഒരുപാട് ടീച്ചർ. പക്ഷെ എനിക്ക് ഓർത്തിരിക്കാൻ വഴി അടുപ്പമുള്ള കുറച്ച് ടീച്ചർമാരുണ്ട്, ഭംഗി സുന്ദരിമാരുള്ള ടീച്ചർമാർ അന്നേ വായ നോക്കിയത് കൊണ്ട് ചിലപ്പോൾ ആ മാത്സ് ആയിരുന്നോ ഇംഗ്ലീഷ് ആയിരുന്നോ എല്ലാത്തിനും ഉണ്ടായിരുന്നു. കുറച്ച് ടീച്ചറുണ്ട്. അതിന് സരസ്വതി ടീച്ചറിന് ഒരു ടീച്ചറുണ്ടായിരുന്നു. അതിന് മലയാളം പഠിക്കണം. എനിക്ക് മലയാളം പദ്യം വായിക്കാനാണ് എന്റെ ഭയങ്കര അടുപ്പം. ടീച്ചർ എന്നെ ഏറ്റവും ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിട്ടു. ഏത് ക്ലാസ്സാ അത്? 8 മുതൽ തന്നെ എനിക്ക് ഹൈസ്കൂളിലായിരുന്നു. അപ്പോഴും മലയാളത്തിൽ എനിക്ക് ഭയങ്കര വീക്കാണ്. ശരി, മലയാളം മറ്റേ 2 ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് കൊണ്ട് മലയാളം അതിൽ കുഴപ്പമില്ല. ഫസ്റ്റ് ലാംഗ്വേജ് പദ്യ കോളേജിൽ എന്നെ പിടിച്ചിരുത്തി പദ്യം വായിപ്പിക്കുകയാണ് ടീച്ചറുടെ ഏറ്റവും വലിയ ഹോബി. ഈ പെമ്പിളൊക്കെ ഭയങ്കര നല്ല ടീച്ചറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയും തരും ഇതായിരുന്നല്ലേ. പിന്നെ പണ്ട് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം എന്ന് പറയുന്നത് ഫിസിക്സ്. ഫിസിക്സില് ഏറ്റവും എനിക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ചരിത്രം കൊണ്ട് തന്നെ ഇപ്പോഴും ചിലപ്പോ പേപ്പറൊക്കെ എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ മക്കളെ, ഇതേ ഒരു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആൻസർ പേപ്പർ. റോക്കറ്റ് വിടുന്നതിനെ കുറിച്ച് പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. നിങ്ങള് എത്ര വയസ്സായി? എത്ര തോന്നുന്നു. നമ്മള് പണ്ട് റോക്കറ്റ് ഞാനൊരു 2 പേജോ 3 പേജോ ഫുള്ള് ഇരുന്നത് റോക്കറ്റ് കത്തിച്ച് വിടുന്നത്. ആ സാധനം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി കൊടുത്തു. അതായത് നമ്മള് മറ്റേ ദീപാവലിക്ക് മെഷീനും പടക്കം പൊട്ടിക്കുന്ന ഒരു കത്തിച്ച്, ഇത് വെറുതെ പറഞ്ഞില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞൊരു കാര്യം എഴുതി പേപ്പറിൽ. അത് എന്നെ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഉറക്ക ടീച്ചർ. എനിക്ക് ഫിസിക്സ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം. ഞാൻ പഠിക്കാറില്ല, ക്ലാസ്സിൽ നിന്ന് ഉറങ്ങും. അത് കണ്ണ് തുറന്നൊക്കെ ഉറങ്ങുന്നത് ഞാൻ കണ്ടുപിടിച്ച അങ്ങനെ ഹൈമാർക്സ് കിട്ടുന്നത് പഠിപ്പിച്ചു കൊടുത്തിട്ടാണെന്നുള്ളത് പഠിപ്പിക്കാനൊക്കെ എനിക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എല്ലാവർക്കും നോളജ് ഉള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എനിക്ക് ക്ലാസ് എടുത്ത് അതൊരു ഓരോ സ്കില്ല പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സാധനം കാര്യങ്ങളൊക്കെ. അത് ഫ്ലോ അല്ല, അത് എല്ലാവർക്കും കിട്ടണമെന്ന് തോന്നുന്നില്ല. എനിക്ക് അറിയില്ല, തോന്നില്ല. അപ്പൊ അഞ്ജലി ഇപ്പം പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കുമായിരുന്നു. ഇപ്പൊ അവള് തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് വന്നിട്ട് അമ്മ ഒന്ന് 10 മിനിറ്റ് പറഞ്ഞുതരും. അത് ഡൗട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പരിസര പ്രദേശത്ത് ഞാൻ ഉണ്ടാവാൻ പാടില്ല, പോകണം, തന്നെ പഠിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് അത്ര സ്ട്രെസ് അല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് നെല്ലിൽ തന്നെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇച്ചിരി വലുതായപ്പോഴത്തേക്കും തന്നെ പിക്ക് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ശരിക്കും ഇല്ലേ, ഇപ്പം നമ്മളിപ്പോ ഒരു വ്യക്തിനെ ചൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു സെയിം വൈബ് എന്നുള്ളൊരു സംഭവം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വൈബ് ആണെങ്കിലും നമ്മളിപ്പോൾ അടിപൊളിയാ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കിടിലായിട്ട് പോകും. അപ്പൊ ഏതായിരുന്നു ഏത് തോട്ടിൽ ഇതിലായിരുന്നു നിങ്ങൾ ആക്ച്വലി ഓക്കെ ഫൈൻ എന്ന് തോന്നിയത്? ചില ഹിന്ദിയിലുള്ള ആംഗ്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊന്നും ഒരേ ഫീൽഡാന്നുള്ളതായിരുന്നു ആദ്യത്തെ ഞങ്ങളുടെ ഒരു ക്രൈറ്റീരിയ. ഒരേ ഫീൽഡാണ്. അപ്പൊ ഞാൻ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫിലിം ഡയറക്ഷന്റെ ആ ഒരു പെയിനും അത് സിനിമ ആകണം എന്നുള്ള ആ ഒരു ട്രാവലും എല്ലാം ഡെഡിക്കേഷൻ അതൊക്കെ നമ്മൾ ആ ഒരേപോലെ. എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര മോഡേൺ ആയിരിക്കണം തന്നെ, പിന്നെ കൂടെ ഹോംലി ആയിരിക്കണം. പക്ഷെ 2 അഞ്ജലിയുടെ എനിക്കത് ഫീൽ ചെയ്തു. സ്റ്റൈലിഷ് എനിക്ക്. അതെ, കാരണം അതെ ഞാൻ ഒരുപാട് കാലം ചെന്നൈയിലും അങ്ങ് ബാംഗ്ലൂർ അവിടെയൊക്കെ ആയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷെ രണ്ടും കൂടെ ഒരുമിച്ച് കിട്ടി. അപ്പൊ അങ്ങനെ ഒരേ ഫീൽഡ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ എടുത്തൊരു കാര്യം. പിന്നെ ഇവര് തമ്മിൽ നല്ലൊരു സിങ്ക് ഉണ്ടായിരുന്നു. സോ അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ ബ്ലെൻഡായി. നിങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ മാരേജ് ടൈം ആണെങ്കിലും ആവണിയാണ് ആദ്യം യെസ് ഗോ ഓൺ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ കേട്ടിട്ടുണ്ട്. അടിപൊളി അല്ലേ? അത് ആണോ? അതെ, ആവണിയുടെ ഡിസിഷൻ ആയിരുന്നു പ്യുവർലി. കാരണം ഇവര് തമ്മിൽ ആ ഒരു സിങ്ക് ആയപ്പോ ആവണി എടുത്ത് ചോദിച്ചപ്പോ ആവണി ഓക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങളും 1 അവർ അത് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കണത് തന്നെ. അപ്പൊ നല്ല ഫ്രണ്ട്സ് ആയിട്ട് നമ്മൾ ആ 1 വർഷം ഫുൾ ട്രാവൽ ചെയ്തു. പിന്നെ അതിനുശേഷം ആ ഒരു 1 ഇയർ കഴിഞ്ഞിട്ട് 1 ഇയർ 2 മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് അത് കല്യാണത്തിലേക്ക് എത്തിയത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വളരെ പ്ലാൻഡ് ആയിരുന്നു, ഓപ്പൺ ആയിട്ട് സംസാരിച്ചിട്ട്. അത് മാത്രമല്ല ഈ പറയുന്ന പോലെ നിങ്ങൾ ഇപ്പം ഇൻസ്റ്റ നോക്കുമ്പോൾ ഞാൻ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവങ്ങൾ, നിങ്ങൾ ഒരുമിച്ചുള്ള റീൽസ്, അതും കോമഡി റീൽസ്. ഗംഭീര ആക്ടറാണ്. പുള്ളിക്ക് ആക്ടിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം. പക്ഷെ സിനിമ ചെയ്യണം എന്ന് കരുതിയിട്ട് പുള്ളി ആക്ടിങ് മാറ്റി വെച്ചിരിക്കുക. അല്ലെങ്കിൽ പുള്ളി ആക്ടറായിട്ടായിരുന്നു ചിലപ്പം എല്ലാവർക്കും പെട്ടെന്ന് ആദ്യം അറിയുണ്ടാവുക. ആടി നിൽക്കുക അഭിനയിക്കാൻ. പക്ഷെ നമ്മള് സിനിമ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ആടൽ അവിടെ ഇങ്ങനെ മുറുക്ക പിടിച്ചിട്ട് ആദ്യം സിനിമ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ടൈമിന് ഡെഡിക്കേറ്റ് ചെയ്ത് നടക്കണമല്ലോ. അപ്പൊ ഞാൻ പറയും
പാടണ്ട ആക്ട് വേണ്ട, ഇപ്പൊ സിനിമ നടക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ആക്ടിങ് കരിയറിലേക്ക് കടന്നെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് അഞ്ജലി പറഞ്ഞു തൽക്കാലം ഇവിടെ ഫാമിലി 2 ആക്ടേഴ്സ് ഉണ്ട്. നീ അഭിനയിച്ച ആളാവണ്ട. ഇല്ല, അഭിനയിച്ചിട്ടുണ്ട്. ഈ ആഗ്രഹം പോലെ തന്നെ ഞങ്ങള് ഖത്തറിൽ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആ ഡയറക്ടർ എന്ന് പറഞ്ഞു അവിടുത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരാള് എന്തോ കാര്യമായിട്ട് മാറിപ്പോയി. അപ്പൊ എന്റെ പേറുമാണ്, പക്ഷെ അറ്റ് ടൈം വില്ലനും ആണ്. ഞാൻ രണ്ടും ആക്കാൻ പറ്റും, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് അഭിനയിച്ചു. കുറെ സീൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പാട്ട് സീനുകൾ ഉണ്ടായിരുന്നു, അടി സ്റ്റണ്ട് ഉണ്ടായിരുന്നു, ഫസ്റ്റ് പടം വെളിച്ചം കണ്ടില്ല, അത് സ്റ്റണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ അഭിനയിച്ചു. അല്ല അവിടെ കേട്ടോ, ഇവിടെ വെളിച്ചം കണ്ടില്ല എന്നുള്ളത് ഖത്തറിലെ ആളാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് റീൽസ് ചെയ്ത് സമാധാനപ്പെടുന്നു. പക്ഷെ അത് അതിന്റെ കമന്റ്സ് നോക്കിയാലും അതിന്റെ ഷെയറൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ എല്ലാവരും അതിനകത്ത് കിടിലും ആക്ട്. അതിന്റെ കണ്ടന്റ് ആക്ച്വലി ആരും നിങ്ങൾ ഒരുമിച്ചിരുന്നാണോ, അല്ലെ ആവണി മോളാണോ, എങ്ങനെയാണ്? എല്ലാരും നോക്കും. ഇൻസ്റ്റന്റ്ലി പെട്ടെന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങള്, അല്ലെങ്കിൽ ആർക്കാണോ എന്താണോ കിട്ടുന്നത്. പല ആർഗ്യുമെന്റ്സ് നടന്നതിന് ശേഷമാണ് അതിലേക്ക് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവള് പറയും ഇത് വേണ്ട ഇത് ചെയ്യാം, അപ്പൊ അഞ്ചു വേണ്ട ഇത് ചെയ്യാം, ഞാൻ അതൊന്നും പറ്റില്ല ഇത് ചെയ്യാം, ഇത് മതി എന്നുള്ള ഫിക്സ് ചെയ്യും. അവനോടൊക്കെ എസ്പെഷ്യലി ചോദിക്കുകയും ചെയ്യണം. കാരണം സിനിമയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ കുറെ സിനിമകൾ ചെയ്യുന്നു, സജഷൻസ് ഒക്കെ പറയുമോ? ഞാൻ ഇൻസ്റ്റ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഓരോ കോമഡി റീൽസ് കാണും, ഇങ്ങനെ സേവ് ചെയ്യും. എന്നിട്ട് ഇവർ റീൽ എടുക്കാന്ന് പറയുമ്പോൾ ഞാൻ സേവ് റീൽസ് ഇങ്ങനെ കൊണ്ടുതരും. അതിങ്ങനെ സെലക്ട് ചെയ്യാലോ. അങ്ങനെ ചൂസ് ഇങ്ങനെ ചെയ്തൂടെ അമ്മേ, ഇങ്ങനെ കുക്കു എന്നാ വിളിക്കുക. അപ്പൊ കുക്കുവിന് ഇങ്ങനെ ചെയ്തൂടെ, അമ്മക്ക് ഇങ്ങനെ ചെയ്തൂടെ, നിങ്ങൾ എന്താ ചെയ്തു വെച്ചിരിക്കണേ, ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടത്, അങ്ങനെ പറഞ്ഞ ഇങ്ങനെ കീറി മുറിച്ച് അഭിപ്രായങ്ങളുടെ ഘോഷയാത്രയാണ്. ആ നോളജ് ഞാൻ ഓർക്കും ഇപ്പോഴത്തെ പിള്ളേരുടെ നോളജ്. അല്ല അത് ഇപ്പൊ നമ്മളൊക്കെ നോക്കാം, നമ്മുടെയൊക്കെ ആ ടൈമിൽ എന്ന് പറയുമ്പോ ടെക്നോളജിയുടെ ഡിഫറൻസ് ആണ്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. എവിടെയെങ്കിലും പോണെന്ന് പറയുമ്പോ കട യൂബർ ബുക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോ ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗിയില് വീട്ടില് സാധനങ്ങൾ എല്ലാം. ഞാൻ ഇതൊന്നും എനിക്കറിയില്ല. ഞാൻ എന്താ ഇതൊന്നും ചെയ്യുന്ന ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ ടെക്കിയൊന്നും അല്ല, എനിക്ക് അങ്ങനെ ചെറിയ മടിയാ. ഇതിപ്പോ ഞാനിപ്പോ എടുത്തത് കുത്തിയണ്ടേ ഒരു ചെവന അതൊന്നും ബുക്ക് ചെയ്യോ ടെക്നിക്കൽ പരിപാടി, ക്യാമറ, എഡിറ്റ്, മറ്റേ ഇത് USB ഡ്രൈവ് ഒരു അറിവില്ല. എനിക്ക് അതിനെ കുറിച്ച് എല്ലാം പഠിക്കണം. ഞാൻ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. അത് പുതിയ ക്യാമറാസ് ഇറങ്ങുന്നത്, ലെൻസസ് ഇറങ്ങുന്നത്, അതിന് പുതിയ ടെക്നോളജി, CG പരിപാടി, ഇതൊക്കെ ഞാനൊന്ന് പഠിക്കും. അപ്പൊ എന്റെ അടുത്ത് എവിടെ നിങ്ങളിതൊക്കെ പഠിച്ചല്ലേ, പിന്നെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് എങ്ങനെ ആക്ഷൻ തന്നെ ഓരോന്ന് അപ്ഡേഷൻ, അല്ലെങ്കിൽ അതിനുവേണ്ടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ. ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വാട്സാപ്പ് എടുത്ത് സ്ക്രീൻ ഷെയർ ചെയ്ത് അവള് ഗെയിം കളിക്കും, ഞാൻ ഇങ്ങനെ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ചില സമയത്ത് ചിലങ്ങനെ തൂങ്ങി കിടക്കുന്ന കാണാം അവളുടെ ഫോൺ. അപ്പൊ ഞാൻ ചോദിക്കും എന്താ, അവൾ ആപ്പ് പറഞ്ഞുതരും, ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യും, അങ്ങനെ തൂങ്ങി കിടക്കുന്ന സാധനം അങ്ങനെ 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 യൂബർ, ഇൻസ്റ്റാമാർട്ടിലൊക്കെ എങ്ങനെയാ പഠിച്ചത്? യൂബർ, ഇൻസ്റ്റാമാർട്ട് അതൊക്കെ ഞാൻ ചുമ്മാ ഡൗൺലോഡ് ചെയ്തിട്ട് അങ്ങനെ അങ്ങനെ ഇൻസ്ട്രക്ഷൻ നോക്കി ചെയ്തതാ. ഫോൺ അൺലോക്ക് ചെയ്ത് ഫോണ് യൂട്യൂബ് എടുത്ത് ആമസോണിലൊക്കെ ടോയ്സ് ഒക്കെ സെലക്ട് ചെയ്യും. കൊറിയർ വീട്ടിൽ വന്നു. നമ്മുടെ ബിസിനസ് കൊറിയേഴ്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. കൊറിയർ ടോയ് വന്നു, ടോയ് ഞാൻ പറഞ്ഞു ടോയ് അല്ലത്. നമ്മള് സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാനത് നോട്ട് ചെയ്യില്ല. നോക്കുമ്പോ സ്ക്രോൾ ചെയ്ത് ഓരോ റീല് ഇങ്ങനെ, അതായത് ഒരെണ്ണം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു. വീഡിയോ കോൾ വരെ ചെയ്യും വാട്സാപ്പിൽ. ഫോണൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ കോൾ. അതായത് നമ്മളിപ്പോ ഒരു പാട്ടൊക്കെ ഒളിപ്പിച്ച് വെച്ചാല് ബാക്ക് പോയി കണ്ടുപിടിച്ച് സ്പോട്ടിഫൈ ഇല്ലേ, സ്പോട്ടിഫൈയിൽ നമുക്ക് ചിലപ്പോ അവള് റിപ്പീറ്റ് അടിച്ചൊരു പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കും. നമ്മൾ നൈസായിട്ട് എങ്ങനെയെങ്കിലും ആൽബം ഒക്കെ മാറ്റി വേറൊരു പാട്ടിലേക്ക് എത്തുമ്പോ അവളിങ്ങനെ പുച്ഛിച്ചൊന്ന് നോക്കും, എന്നിട്ട് കറക്റ്റ് ബാക്ക് അടിച്ച് ആ പാട്ടിൽ തന്നെ അവളെ തിരിച്ചു എന്ന് പറഞ്ഞ അങ്ങനെ വന്നേക്കിരിക്കും. ടെക്നോളജി അങ്ങനെ ആയി. ജനിച്ചു വീഴുന്ന പിള്ളേർ ഇതാണ് ചെയ്യാനെന്ന് പറയല്ലേ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആവണിയുടെ ബെസ്റ്റ് ഒരു കൂട്ട് ഭൂതം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഒരു പേരാണ്. ആ പേര് ഏതോ ഒരു ഗെയിം കളിച്ചപ്പോൾ ഇന്നയാളാണെന്ന് അറിയണ്ട എന്നുള്ള, അല്ലെങ്കിൽ വാട്ട് എവർ, ഭൂതം എന്നൊരു പേരിട്ടു. അത് കറക്റ്റ് ആണോ?
ഞാൻ പറയട്ടെ. അത് ആക്ച്വലി സംഭവം പറഞ്ഞാൽ ഓക്കെ, അമ്മ ജിബൂട്ടി പോയിരുന്നു, ആഫ്രിക്കയിൽ പോയിട്ട് ഒരു ഫിലിം ചെയ്യാൻ പോയിരുന്നു. ഏതായിരുന്നു ഫിലിം? ജിബൂട്ടി. ജിബൂട്ടി പോയിരുന്നു. ജിബൂട്ടിയിലാണ് സ്ഥലം, സ്ഥലം ജിബൂട്ടിയിലാണ്. ജിബൂട്ടിയിലാണ് പോയത്. ഞാൻ ഇവിടെ നിന്ന് മറന്നുപോയി. അപ്പൊ അവിടുന്ന് ഞങ്ങക്ക് ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് മടുത്ത ദിവസം യാല ലൂഡോ പറഞ്ഞിട്ടൊരു ഗെയിം ഉണ്ട്. അതായത് നമുക്ക് വേറെ വേറെ സ്ഥലത്ത് പോയി സംസാരിച്ച് കളിക്കാം. അപ്പൊ ഞാൻ അത് ഡൗൺലോഡ് ചെയ്തു. അത് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കളിച്ചു. അപ്പൊ ഞങ്ങൾ മൂന്നാമതൊരാളെയും കൂടി കേറ്റി, ഒരു സ്ട്രേഞ്ചറിനെ കേറ്റി കളിക്കാന്ന്, ഇൻവൈറ്റ് ചെയ്തിട്ട് കളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ കളിച്ചപ്പം യൂസർ നെയിം ഭൂതം എന്നായിരുന്നു. അപ്പൊ ഞാൻ ഭൂതമാണെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക, ഒന്നും പറയണമില്ല, ഒന്നും കേൾക്കണമില്ല, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, ഏതോ ഒരു ഊമയൊക്കെ വന്നിട്ടുണ്ട് അമ്മയെ കളിക്കാൻ. അങ്ങനെ ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കളിച്ച് പിന്നെ ഇൻവൈറ്റ് ചെയ്തു, പിന്നെ ഫ്രണ്ട് ആക്കി, വീണ്ടും ഇൻവൈറ്റ് ചെയ്തു, പിന്നെ വീഡിയോ കോൾ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ കോൾ അപ്പോഴും കാണിക്കില്ല, ഒരു പ്രിന്റ് ഔട്ട്, എന്തോ റിയൽ ഭൂതത്തിന്റെ പ്രിന്റ് ഔട്ട് മതിലൊട്ടിച്ച് വെച്ച് അതായിരുന്നു ഇങ്ങനെ കാണിച്ച് ബാക്കി കൂടി ഒച്ചയിട്ടോണ്ടിരിക്കും. അങ്ങനെ പിന്നെ പതുക്കെ ഫേസ് കാണിക്കാൻ തുടങ്ങി. പിന്നെ 2-3 months ഒക്കെ കഴിഞ്ഞപ്പോ അമ്മ വന്നിട്ട് കുറച്ച് കൊറോണ ആയിട്ട് കുറെ റൂമില് ക്വാറന്റൈൻ ആയി. പിന്നെ റൂമിലൊക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു. പിന്നെ കഴിഞ്ഞിട്ട് കുക്കു വീട്ടിൽ വന്നു. ഭയങ്കര ഇൻസൾട്ട് ഒക്കെ ചെയ്ത് ഭയങ്കര ജെന്റിൽമാൻ ലുക്കിലായിരുന്നു ആദ്യമായിട്ട് വന്നപ്പോ. എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. അയ്യോ വന്നു, എനിക്ക് ഭയങ്കര നാണാണല്ലോ, എന്ത് ചെയ്യും ഞാനിപ്പം. അങ്ങനെ പിന്നെ കുറച്ച് ഇങ്ങനെ സംസാരിച്ചു. പിന്നെ വീട്ടിലുള്ള റിലേറ്റീവ്സും കാര്യങ്ങളും എല്ലാം മേളിലിരിക്കുന്നു. ഇവരെല്ലാം കൂടി കൂട്ടത്തോടെ സംസാരിക്കുന്നു. പിന്നെ പോയി. പിന്നെ അമ്മ എന്തോ ഒരു പ്ലേ സ്കൂൾ എന്തോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറെ നേരം നിന്നു. പിന്നെ ഞങ്ങൾ എവിടെ പോവായി വരായി. പിന്നെ ഓരോ സ്ഥലത്തേക്ക് പോവാ, കറങ്ങാ അടിച്ചു പൊളിച്ച്. പിന്നെ കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോ അടിയെ മാത്രമേ പൊളിയില്ല. ഭൂതം അവളുടെ ലൈഫിലേക്ക് വന്നത് ഇങ്ങനെയാണ് വന്നത്. പക്ഷെ ഈ ഭൂതം ആദ്യം ഭയങ്കര എക്സിക്യൂട്ടീവ് ആയിട്ട് വന്നത് അല്ലേ? അത് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി തന്നെ ആയിരുന്നല്ലോ അല്ലേ? നോർമലി ഞാൻ എക്സിക്യൂട്ടീവ് ഞാൻ ക്യാഷ് ഇല്ല, അങ്ങനെ കുറച്ചും കൂടെ അങ്ങനെ ഇൻസൈഡ് ഒക്കെ ചെയ്ത് പൊതുവെയാണല്ലോ. അതുണ്ടല്ലോ ഓൾറെഡി സമ്മതിക്കണമല്ലോ. അങ്ങനെ എന്റെ അടുത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, ഇങ്ങനെ എല്ലാവരും സിങ്ക് ആണ്, സോ വൈ കാൺ വി തിങ്ക് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പ്രപ്പോസൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ എന്നെ കാണാൻ വരുന്ന ആദ്യമായിട്ട്. കാരണം അതുവരെ ഫോണിൽ മാത്രമാണല്ലോ സംസാരിച്ചിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ജൂൺ 29 വൈകിട്ട് ഒരു 4 മണിക്കാണ് സാർ വരുന്നത്. നേവി ബ്ലൂ ഷർട്ട് അങ്ങനെ വരുന്നു. എന്റെ വീടിന്റെ വലത്തുവശത്ത് ഗ്രൗണ്ട് ഉണ്ട്, അവിടെ കൊണ്ട് കാർ പാർക്ക് ചെയ്യുന്നു. ഇറങ്ങുന്നതിനെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ അടിപൊളി നോക്കി ഇങ്ങനെ ചിരിക്കുന്നു. ബ്ലൂ ഷർട്ട് വീട്ടിൽ വരുന്നു. ഉച്ചക്ക് ഊണിന് വരാന്ന് ഉദ്ദേശിച്ചെന്ന് ഞാൻ പറയാൻ വരുന്നത്. അപ്പൊ അത് പക്ഷെ 4 മണിക്കാണ് ഊണ് കഴിച്ചത്. ഇത് മാത്രം കട്ട് ചെയ്ത് ഓരോന്ന് ഇറങ്ങൂലേ. അങ്ങനെ അങ്ങനെ സംസാരിച്ച് ഫാമിലി എല്ലാരും പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു. 1 year പിന്നെ 1 year കഴിഞ്ഞിട്ടാണ് കല്യാണത്തിലേക്ക് എത്തിയത്. ഈ 1 year കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. ഐ മീൻ 1 year എടുത്തല്ലോ. നീ കല്യാണത്തിൽ മാത്രം നീ ചോദ്യം ചോദിക്കുന്നത് ഭൂതത്തിലുള്ള മാറ്റം എന്തൊക്കെയാ? ഭൂതത്തിലുള്ള മാറ്റങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലായിടത്തും പറഞ്ഞത് എറണാകുളത്ത് വെള്ളം ചേരുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഫാറ്റ് ലോസ് അതെന്താ കാര്യം? വണ്ണം കുറച്ചതാണോ? ചോറ് നിർത്തിയില്ല, കഴിക്കും. ചോറ് കഴിക്കുന്നുണ്ട് കേട്ടോ, ഉച്ചക്കൊക്കെ ചോറ്. മലയാളി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. മീൻകറി ചോറ് ഭയങ്കര. ഇവിടെ ശമ്പൂന്റെ വീട്ടില് മീൻകറി ചോറാണ്. ചോറ് കഴിച്ചിട്ട് പോകണമെന്ന് വെച്ചാൽ ഞാൻ ബ്രേക്ക്. ഈ സിനിമകൾ ആക്ച്വലി ഇപ്പം 3 പേരും ഫിലിം എന്ന് പറയുന്ന ഒരു വലിയൊരു പരിപാടിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ചില അപ്രീസിയേഷൻസ് എപ്പോഴും ലൈഫിൽ അടിപൊളിയായിരിക്കും, ചില കോളായിരിക്കും സ്പെഷ്യൽ പേഴ്സൻ്റെ. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദൃശ്യം മൂവി. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു അവാർഡ് കിട്ടുന്നതോ അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ നമുക്കൊരു അവാർഡ്, ടൈറ്റിൽ അവാർഡ് കിട്ടുന്നതിലൊക്കെ ഉപരി ചിലപ്പം ആൾക്കാരുടെ അപ്രീസിയേഷനോ
അല്ല മോൾക്ക് റിലേറ്റ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഒരു ആക്ടർ നമ്മളെ വിളിച്ച്, നമ്മളെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ നമ്മളെ വിളിച്ച് അപ്രീസിയേഷൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ലാലേട്ടൻ ആക്ച്വലി ദൃശ്യത്തിന് മൂവി കഴിഞ്ഞിട്ട് വിളിച്ചില്ലേ ഡയറക്ട്ലി? പിന്നെ ആ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിനെ പറ്റി കുറെ സംസാരിച്ചിട്ടില്ലേ? സംസാരിച്ചു. യെസ് യെസ് യെസ്. അത് ഞാൻ എപ്പോഴും അത് എന്റെ ഇൻസ്റ്റയിലെ ഹൈലൈറ്റിൽ ഞാൻ അത് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ലാലേട്ടന്റെ കോള്. അത് മറക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമായിരുന്നു. ആദ്യം വിളിച്ച് എടുത്തില്ല. ഞാൻ ആദ്യം വിളിച്ചപ്പോ എടുത്തില്ല. പിന്നെയും പുള്ളി ഇനീഷ്യേറ്റീവ് എടുത്ത് രണ്ടാമത്. സാധാരണ ഒരാളെ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പുള്ളി വീണ്ടും ട്രൈ ചെയ്തിട്ട് അപ്പഴേ ഞാൻ ഓടി വന്ന് ഫോൺ എടുത്തത്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്ത് വിളിച്ചു എന്നുള്ളത്. ഓഫ് കോഴ്സ് ഫിനിക്സ് കഴിഞ്ഞിട്ടും ഇതുപോലെ ഒരുപാട് ഡയറക്ടർമാർ RRR അല്ല മറ്റേ മറ്റേ പയ്യന്റെ പേരെന്താ, മറ്റേ സിനിമ ഏറമല്ല നമ്മള് ചെയ്ത സിനിമയല്ലേ, ആന്റണിയും നീരജ് മാധവ് എല്ലാവരും കൂടെ ചെയ്ത RDX ഡയറക്ടറൊക്കെ വിളിച്ചിട്ട് കുറെ പേര് അങ്ങനെ കുറെ നവാസ് എനിക്ക് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ലാത്ത പയ്യന്മാർ. അപ്പൊ അവരെ കുറെ പേര് വിളിച്ചു, അവനെ അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. നമ്മളെ നമ്പർ കണ്ടുപിടിച്ച് ഇനീഷ്യേറ്റ് ചെയ്ത് ഇതിങ്ങനെ പറയുന്നേ ഉള്ളൂ കേട്ടോ. ആളുടെ സംഭവങ്ങൾ എനിക്കറിയാം. അങ്ങനല്ല, എത്രയോ എക്സ്പീരിയൻസ് ഉണ്ട് അല്ലേ? അങ്ങനെ നോക്കുമ്പോ ശരിക്കും ഇപ്പൊ മൂവി ആക്ടിങ് എന്ന് പറഞ്ഞൊരു സംഭവം പറഞ്ഞല്ലോ, അതിലേക്ക് ഈ ഒരു മൂവിയുടെ പരിപാടി കഴിഞ്ഞിട്ടേ പോകണമെന്ന് 100% ഷുവറാണോ? അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് ഒരാൾ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പോയി. ഞാൻ 2 പടം ഓൾമോസ്റ്റ് കമ്മിറ്റ് ചെയ്ത സാധനമാണ്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോ സിനിമ നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളൂ. വിളിച്ചാൽ പോകും ആണല്ലേ? ഈ റീൽസ് വന്ന് റീൽസ് വഴി ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സംഭവങ്ങൾ തീർച്ചയായിട്ടും അതും ഒരു ഭാഗമാണ്. അങ്ങനെ വന്ന ഓപ്പർച്യൂണിറ്റി ഞാൻ 3 പേരോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, റീൽസ് അല്ലെ നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസ് വഴിയോ അല്ലെ നമ്മുടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു? ഞാൻ പല സെറ്റിൽ പോകുമ്പോൾ അവര് പറയാറുണ്ട് റീൽസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ, അങ്ങനെ നോക്കി പുറത്ത് പോകുമ്പോഴും യൂട്യൂബിന്റെ വ്ളോഗ്സ് കാണാറുണ്ട്, നിങ്ങളുടെ റീൽസ് കാണാറുണ്ട്, നല്ല രസം അങ്ങനെയൊക്കെ പറയാന്നുള്ളത് അതിൽ നിന്ന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതായിട്ടൊന്നും. പിന്നെ കൊളാബറേഷൻസ് വരും, എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള വീഡിയോ കൊളാബറേഷൻസ് അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ മറ്റേ ബിസിനസ്സിലും അതും വലിയൊരു കാര്യം, ഓൺ ബിസിനസ്സും ഉണ്ട് ആണല്ലേ? അത് അതില് ഇപ്പം വളരെ സുലഭമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ ഇൻവോൾവ് ആണ്. അതിൽ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പൊ ഞാൻ കുറച്ച് നീ ഒന്ന് കോൺസെൻട്രേറ്റ്, ഞാൻ സ്ക്രിപ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഒന്ന് വൈറസ് എന്നാലും ഞാൻ ഫുൾ ഓൺ ആണ് അതില്. ഒന്നീ അഞ്ജലി ബിസിയാണ് ഞാനല്ലേ അത്. അല്ല എന്റെ ക്ലയൻസ് ഒക്കെ അതുകൊണ്ട് കാണുമ്പോ തന്നെ ക്ലയൻസും കസ്റ്റമേഴ്സ് ഒക്കെ അവനെ നിർത്തിയോ, ഫുള്ളി ഞാൻ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, ഫുള്ളി ഇൻവോൾവ് ആണ് അതിനകത്ത്. അപ്പം ഞാൻ പറഞ്ഞില്ല. രണ്ടാമത് എനിക്കുള്ള തോന്നിയിട്ടുള്ള ഒരു കാര്യം, ജാടയൊന്നും ഇല്ല. ഇപ്പൊ റോഡിന്റെ സൈഡിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കണ അല്ലെങ്കിൽ തട്ടട അതേപോലെ അങ്ങനെ ആൾക്കാർക്ക് അറിയാം. കുറച്ചുകൂടെ നമുക്ക് ആൾക്കാർ എല്ലാ 2 കാര്യമുണ്ട്, ഒന്ന് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. എപ്പോഴും ഞാൻ അവൈലബിൾ അല്ലേ, അതൊരു നെഗറ്റീവ് ആണ്. ഒരു തരത്തിൽ അതൊരു നെഗറ്റീവ് ആണ്. എന്ന് നിങ്ങൾ കണ്ടോണ്ടിരുന്നാ നമുക്ക് അയാളെ അപ്പുറത്ത് പോയാൽ കാണാടാ, നീ അവിടെ നോക്കി നോക്കുന്ന പറയും പോയിന്റ് ആണ് ആ വശം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം ആൾക്കാരെ കാണാതിരിക്കുമ്പോൾ കാണുമ്പോഴാണ്. ഇപ്പൊ ടൊവിനെ ഡെയിലി നമ്മൾ കണ്ടോണ്ടിരുന്ന ആരും ഒരാളും ടൊവിനെ അടുത്ത് പുറകിൽ ഓടില്ല. അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയുള്ള ഒരു സാധനം ഉണ്ട്. അപ്പൊ അത് കുറച്ചൊരു കൂടുതലാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ ചെയ്യുന്നോണ്ട് തന്നെ ഫുൾ ടൈം മീറ്റിംഗ്സും എപ്പോഴും നമ്മളെപ്പോഴും എല്ലാ പബ്ലിക്കിന്റെ ഇടയിൽ തന്നെയാണല്ലോ. നമ്മളിപ്പോ ഒരു ഇവന്റിന് പോയാലും നമ്മൾ വൺ ഓഫ് ദി പബ്ലിക് ആവുന്നുള്ളൂ. ഇത് അങ്ങനെ എനിക്ക് അറിയില്ല. എന്നോട് എല്ലാരും പറയും കുറച്ച് ജാട കാണിക്കണം. ഈ ജാട എന്നുള്ള സംഭവം എനിക്ക് അല്ല, എന്നോട് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പറയുന്ന ഒരു കാര്യം, കുറച്ച് ജാട കാണിക്കണം. ഞാൻ പറയാം ജാടയൊന്നും കാണിക്കണ്ട. ജാട കാണിക്കണത് അത് ശരിയല്ല. അത് ഞാൻ തെറ്റായിട്ടാണ് പറയുന്നത്. അവൈലബിൾ ആവണത് കുറച്ച് കുറയും, അല്ലെങ്കിൽ പബ്ലിക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന സാധനം കുറച്ച് കുറച്ചാൽ നമുക്ക് കുറച്ചും കൂടെ വാല്യൂ കിട്ടും. അത് മാത്രമേ ഉള്ളൂ. ജാട അത് മൊത്തത്തില് വല്ല എന്ന് വെച്ചാൽ ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. ഇവിടെയും തമിഴ്നാട്ടിൽ എല്ലായിടത്തും താഴെക്കട കിടക്കുന്ന നമ്മളെ കൂടെ ചിലപ്പോൾ ചായ കുടിച്ച ആൾക്കാരായിരിക്കും. അവര് 4-2 സിനിമ കഴിയുമ്പോഴേക്കും ജാട കാണിച്ച് ഭയങ്കര ആറ്റിറ്റ്യൂഡ് കാണിക്കുക. അതിന്റെ ആവശ്യം അതെവിടെ ഉണ്ട് കേട്ടോ. എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം നമ്മളടുത്ത് എപ്പോഴും വാടാ പോടാ എടാ എന്നൊക്കെ വിളിച്ച ആൾക്കാർ ഇപ്പൊ കാണുമ്പോ എന്താ പറയാ, ഒരു 10 മൈൽ ദൂരത്തിൽ കൂടെ നടക്കുക, ഇങ്ങനെ അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ കാണിക്കുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അതൊക്കെ ഞാനിങ്ങനെ
ആലോചിക്കാൻ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി തന്നെ ഉണ്ട് മലയാള ഇൻഡസ്ട്രിയില് അതിപ്പം രണ്ട് തരത്തിലുള്ളവരും അതെ നടന്മാരായാലും നായകന്മാരായാലും അങ്ങനെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതിപ്പോ എന്തായാലും അതെന്തോ അതങ്ങനെയാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ആവാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ആവാൻ ഞാൻ പറയില്ല. അങ്ങനെ ആവരുത്. അങ്ങനെ നമ്മൾ ഒരിക്കലും തിരിച്ച് അങ്ങനെയൊക്കെ നമ്മൾ തമ്മിൽ വ്യത്യാസം വരത്തില്ല. അങ്ങനെ ആവരുത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ മാക്സിമം അവരിൽ നിന്ന് മാറി നിൽക്കാൻ ട്രൈ ചെയ്യുകയാണോ ചെയ്യുന്നത്, അതോ അങ്ങോട്ട് ഇനി പോകണ്ട അങ്ങനെ ഒരു അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവരെ കാണുമ്പോ ഞാൻ എപ്പോഴും ലൈക്ക് ഇപ്പൊ ചിലവര് പറയില്ല അപ്പൊ അവരങ്ങനെ നിക്കുകയാണെങ്കിൽ നീ അങ്ങനെ നിന്നാ മതി. എനിക്ക് അങ്ങനെ പറ്റില്ല. ഞാൻ ആ ഒരു ഇതില് അങ്ങനെ ഒരു പുള്ളി പോവില്ല, ഞാൻ പോവും. അവള് പോയിക്കോളും. എന്റെ അടുത്ത് ഒരാള് ഇപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് മുഖം കളിപ്പിച്ചത് എനിക്ക് ഓട്ടോമാറ്റിക് എന്റെ മുഖത്ത് റിഫ്ലക്ട് ചെയ്യും. പക്ഷെ നാളെ എനിക്കത് പെട്ടെന്ന് മുഖത്ത് തെളിയും അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ അപ്പോഴും ഭയങ്കര എന്തുണ്ടെങ്കിലും, അതായത് ഇന്നലെ നമ്മള് കത്തിയെടുത്ത് കുത്തിയ ആളായിരിക്കും, എന്നാൽ ഞാൻ ആ സുഖല്ലേ എന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. പുള്ളി അങ്ങനെ ആ ഒരു നീരസം മുഖത്ത് കറക്റ്റ് വരും ഉണ്ടാവും. അതെന്റെ എത്രയടുത്ത് കൂട്ടുകാരന്മാരായപ്പോൾ എനിക്കതുണ്ട്. പക്ഷെ അത് പറഞ്ഞ് തീർക്കാറില്ലേ? എത്രയും പെട്ടെന്ന് തീർക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. വൺസ് അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ തീരും. വൺസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഹേർട്ടായി പിന്നെ ഞാൻ ആ ഒരു ബന്ധത്തിൽ ഭയങ്കര ഒരു ഇത് വെക്കാം.